ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എനിക്ക് പെൺകുട്ടികളോടാണ് പറയാനുള്ളത്. ഇത്തരം ഒരു അനുഭവം നിങ്ങൾക്ക് നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതികരിക്കുക. എന്തിനാണ് നിങ്ങൾ പേടിച്ച് മാറി നിൽക്കുന്നത്? ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഒരു പെൺകുട്ടി, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. കോളേജൊക്കെ വിട്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ബസ്സിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നു. ഇരുന്ന് യാത്ര ചെയ്ത ഈ പെൺകുട്ടിക്ക് പോലും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. പെൺകുട്ടികളുടെ ഒരു അവസ്ഥ, പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും അത് ചെയ്യുകയേ ഉള്ളൂ. നോക്കുക, പെൺകുട്ടിയുടെ തൊട്ട് പുറകിൽ ഇരിക്കുന്ന ഒരാൾ, അത്യാവശ്യം വയസ്സൊക്കെ ഉള്ള ഒരാളാണ്. അയാൾ പെൺകുട്ടിയെ പല രീതിയിൽ ശല്യം ചെയ്യാണ്. കൈകൊണ്ട് തൊടുന്നുണ്ട്, പുഷ് ചെയ്യുന്നുണ്ട്. വളരെ മോശമായ രീതിയിൽ ഫിസിക്കലി തന്നെ പെൺകുട്ടിയെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സാഹചര്യം. നമുക്ക് വീഡിയോ കാണാം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക, മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, പരമാവധി ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സമയം കളയണ്ട, വീഡിയോ കാണാം. നിങ്ങൾ നോക്കുക, പെൺകുട്ടി മൊബൈൽ ഫോണിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഒരവസ്ഥയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫ്രീയുള്ള സമയത്തൊക്കെ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിന് പകരം ഇൻസ്റ്റാ റീല് കാണുക, ഫേസ്ബുക്കിൽ വീഡിയോസ് കാണുക, അതേപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയും സ്വാഭാവികമായിട്ടും തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ റീല് കാണുമോ, പാട്ട് കേൾക്കുമോ, അങ്ങനെ എന്തോ ചെയ്യാണ്. നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല. പക്ഷേ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, തൊട്ട് പുറകിലായിട്ടൊരാൾ ഇരിക്കുന്നുണ്ട്. അയാൾ ആദ്യം അയാളുടെ ശരീരഭാഗം ഉപയോഗിച്ചിട്ട് പെൺകുട്ടിയെ തൊടാനും പിടിക്കാനും ഒന്നും നിന്നിട്ടില്ല. കാരണം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നു. അയാളുടെ ബാഗ് ഉപയോഗിച്ചുകൊണ്ട് പുഷ് ചെയ്യാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇരുന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഇതാണ് അവസ്ഥ എങ്കിൽ, നല്ല തിരക്കുള്ള ഒരു ബസ്സൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പെൺകുട്ടി പോലും അറിയുക. ചില ആളുകളുണ്ട്, അവരുടെ പ്രത്യേക ഒരു സ്വഭാവമുണ്ട്. എന്തറിയോ, തിരക്കുള്ള സ്ഥലമായിരിക്കണം, അല്ലെങ്കിൽ തിരക്കുള്ള ബസ്സായിരിക്കണം, തിരക്കുള്ള ട്രെയിനൊക്കെ ആയിരിക്കണം, അങ്ങോട്ട് കയറും. സ്ത്രീകൾ നിൽക്കുന്ന ഭാഗത്തേ നിൽക്കുള്ളൂ. എത്ര പിടിച്ചു മാറ്റിയാലും മാഗ്നറ്റ് പോലെ അവിടെ തന്നെ നിൽക്കും. അവരുടെ കാര്യം സാധിക്കും, അവർ പോവും. പക്ഷേ നിങ്ങളതിന് പ്രതികരിക്കില്ല. അതൊക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഭാര്യയെ കൂട്ടി പോവാം, ഇനി കാമുകി ഉണ്ടെങ്കിൽ കാമുകിയെ കൂട്ടി പോവാം, എന്നിട്ട് റൂം എടുക്കുക, എന്നിട്ട് പ്രൈവസി ആയിട്ട് പ്രൈവറ്റ് ആയിട്ട് പരിപാടി ചെയ്യുക. അല്ലാതെ ഇമാതിരി നാറിയ പരിപാടി, കാണുന്ന സ്ത്രീകളെയൊക്കെ ചെയ്യണമെന്നുള്ള ധാരണ വെച്ചുകൊണ്ട് ഇമാതിരി നാറിയ പരിപാടിയല്ല പൊതുസ്ഥലത്ത് വെച്ചിട്ട് ചെയ്യേണ്ടത്. തിരിഞ്ഞു നിന്നിട്ട് ചവടക്കുറ്റി നോക്കിയിട്ട്, അതായത് മോന്തക്കിട്ടിരണം പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇവന്മാർ പിന്നെ ഈ പരിപാടി നിർത്തും. പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ നോക്കുക, കോളേജ് വിട്ടിട്ട് വീട്ടിലേക്ക് പോകുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ പ്രായമുള്ള ഒരു നാറി ആ പെൺകുട്ടിയെ ബസ്സിൽ വെച്ച് ശല്യം ചെയ്യുന്ന ഒരു ദൃശ്യമാണിത്. എനിക്കൊന്ന് ആ പെൺകുട്ടി ഇരിക്കുന്നതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ഒരാൾ അസ്വാഭാവികമായിട്ട് അയാളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു മോശമായ പെരുമാറ്റം ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ അയാൾ വീഡിയോ അത് റെക്കോർഡ് ചെയ്തു. കാരണം തെളിവ് വേണം, എന്ത് കാര്യത്തിനാണെങ്കിലും ഇപ്പോൾ തെളിവ് വേണം. പെൺകുട്ടിയോ റെസ്പോണ്ട് ചെയ്യുന്നില്ല, റിയാക്ട് ചെയ്യുന്നില്ല. ഇനി എന്തായാലും തെളിവ് സഹിതം കയ്യിൽ വെച്ചിട്ട് റിയാക്ട് ചെയ്യും എന്ന ഉദ്ദേശത്തിൽ അയാൾ വീഡിയോ ഷൂട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കിട്ടി. എന്താണ് അവസ്ഥ അല്ലേ? ഇതാണ്. എനിക്ക് തോന്നുന്നു
ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ശ്രദ്ധ അതിലായതുകൊണ്ട് ചിലപ്പോൾ നല്ല സൗണ്ടിലായിരിക്കാം, ഹെഡ്സെറ്റിൽ ചിലപ്പോൾ പാട്ട് കേൾക്കായിരിക്കാം, റീൽസ് കാണുകയായിരിക്കാം, എന്തെങ്കിലും ചെയ്യായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നല്ല സൗണ്ടിൽ പാട്ട് കേൾക്കുന്നത് കൊണ്ടായതുകൊണ്ട് ചിലപ്പോൾ പെൺകുട്ടിയെ പുറകിൽ നിന്ന് പുഷ് ചെയ്യുന്നതും തള്ളുന്നതും കയ്യിൽ പിടിക്കുന്നതും ഒന്നും ചിലപ്പോൾ ആ പെൺകുട്ടി അറിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ അതായിരിക്കാം, അറിയില്ല. ഇനി ചില പെൺകുട്ടികളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയാറുണ്ട്, എന്താ അറിയോ, അതായത് എനിക്ക് ബസ്സിൽ പോകുന്ന സമയത്ത്, യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. പല ആളുകളും എന്നെ സമീപിച്ചിട്ട് പുറകിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള ചില മോശമായ പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രതികരിക്കാൻ പേടിയാണ് എന്നൊക്കെ. കാരണം എനിക്കെന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി അതല്ല, ആ രീതിയിൽ തന്നെയാണ് എന്നോട് പെരുമാറുന്നത് എങ്കിലും ചിലപ്പോൾ ഞാൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ആ ഉദ്ദേശം വെച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ ആ ഒരു ഇത് വെച്ചുകൊണ്ടല്ല അയാൾ പെരുമാറിയത് എങ്കിൽ ഞാൻ നാണം കെടും എന്നുള്ള ചില ധാരണയൊക്കെ ചില പെൺകുട്ടികൾക്കുണ്ട്, സ്ത്രീകൾക്കുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ പ്രതികരിക്കില്ല. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ദേഹത്ത് തൊടാനും പിടിക്കാനും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും ഒരാൾക്കും അവകാശമില്ല. നിങ്ങൾ അനുവാദം കൊടുക്കാതെ ഒരാളും അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ പ്രതികരിക്കുക, പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. പക്ഷെ ഒരു കാണാം. ബൈ.